Welcome to class 11 physics. This is P22 equations for motion in a plane. Class 11 physics for HSC, CBSE and ISC students, and this is unit 2 continuation and this chapter 4 motion in a plane. And here today we see equations for motion in a plane. Equations for motion in a plane. ഒരു പ്ലെയിനിൽ ഒരു 2D പ്ലെയിനിൽ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു വസ്തു പോകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്? അതിൻ്റെ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഈ 2D മോഷനിൽ എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇക്വേഷൻസ് ഫോർ മോഷൻ ഓഫ് എ ബോഡി ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. കേസ് 1. കേസ് ഓഫ് എ ബോഡി വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ ഒരു വസ്തു ഒരു പ്ലെയിനിൽ പോയാൽ എന്താണ് ഇതിൻ്റെ ഇക്വേഷൻസ്? Motion in a plane, case of a body with a uniform velocity. Consider a body moving with a uniform velocity v. Let r0 and r be the position vectors in a time interval t. It is represented in the figure. അപ്പോൾ ഒരു വസ്തു പോകുന്ന വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ വെക്റ്റർ r0 ആണ്, ഫൈനൽ പൊസിഷൻ വെക്റ്റർ r ആണ്. ഈ രണ്ട് പൊസിഷൻ വെക്റ്റർ അറ്റൈൻ ചെയ്യാൻ r0യിൽ നിന്ന് ആറിലെത്താൻ വേണ്ട സമയം t എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ഫിഗർ. ഈ സിറ്റുവേഷൻ നമ്മൾ ഈ പടത്തിൽ കാണിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു 2 ഡയമെൻഷണൽ മോഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒ ആണ് ഒറിജിൻ. എ എന്ന് പറയുന്നത് പാർട്ടിക്കിളുടെ ഇനിഷ്യൽ പൊസിഷനാണ്. അതിൻ്റെ കോർഡിനേറ്റ് നമ്മൾ ഈ x0 y0 പറഞ്ഞാൽ ഈ r0 എന്ന് പറഞ്ഞാൽ x0 y0 ആണ്. വെക്ടറായിട്ട് പറയണമെങ്കിൽ x0i + y0j എന്ന് വേണേൽ പറയാം. അപ്പോൾ ഒ ഒറിജിനാണ്, എ ആണ് പാർട്ടിക്കിൾ ഇനിഷ്യൽ പൊസിഷൻ, r0 പൊസിഷൻ വെക്ടറാണ്. ഒരു ടി ടൈം കഴിയുമ്പോൾ, ടി ടൈമിനെ നമുക്ക് ഡെൽറ്റ ടി എന്ന് വിളിക്കാം. അത് t - t0 ആണ്. ആദ്യത്തെ ടൈം, രണ്ടാമത്തെ സമയം, അതിന് വ്യത്യാസം. ഡെൽറ്റ ടി എന്നോ അല്ലെങ്കിൽ ടി എന്നോ വിളിക്കാം. ഒരു ഡെൽറ്റ ടി ടൈം കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾ ബിയിലെത്തുകയാണ്. ബിയുടെ കോർഡിനേറ്റ് XY ആണ്. അപ്പോൾ നേരിട്ട് ഒ ബി എന്നുള്ള ഇപ്പോഴത്തെ പൊസിഷൻ വെക്ടർ ആറായിട്ട് മാറും. അപ്പോൾ ആദ്യ പൊസിഷൻ വെക്ടർ r0 ആണ്, ഇപ്പോഴത്തെ പൊസിഷൻ വെക്ടർ 6 ആണ്. എ ബി ദൂരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഒന്ന് വലുത് എഴുതാം, അല്ലെങ്കിൽ ആ ദൂരം r - r0 ആണ്. എ ബി എന്ന് പറയുന്ന ദൂരം r - r0 ആണ്. കമ്പോണൻ്റ് ആക്കിയും നമുക്കതിനെ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ചിത്രം. ഒ ഒറിജിൻ, എ ഇസ് ദ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ. ദ സെയിം പാർട്ടിക്കിൾ റീച്ചസ് ദ പോയിന്റ് ബി. xy is the position xy or r is the position vector of b. The displacement is AB and time taken for it is t or delta t, which is equal to final time minus initial time, t minus t0. So we have studied in motion in one dimension that velocity is displacement by time interval. Displacement by time interval. Displacement is the difference of position vectors r minus r0. Time interval is delta t. We can simplify it as t. So r minus r0 by t, cross multiply. R minus r0 vector is equal to v vector into t. R minus r0 is vt. Write this minus r0, take to the right side. That is r vector is r0 plus v vector into t. R vector is r0 vector plus v vector into t. Or simply r is r0 plus v into t. Except time, all of these are vectors. That is the representation in 2 dimension in a plane. And you know velocity has components. The position vector has also components. And we write the components now. If Vx and Vy are components of velocity v of the object along x and y directions axis respectively, then v vector we can write as I cap into v1 plus j cap into I cap into vx plus j cap into vy. വെലോസിറ്റി വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളായിട്ട് ഭാഗിക്കാം. അത് വി എക്സും വി വൈയും ആണെങ്കിൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഐ വി എക്സ് പ്ലസ് ജെ വി വൈ എന്ന് എഴുതാവുന്നതാണ്. അതുപോലെ പൊസിഷൻ വെക്ടർ നമ്മൾ മാറ്റും. If x0, y0 and xy are the coordinates of a and b, then position vectors r0 is ix0 plus jy0 and r is ix plus iy. Therefore, the above equation, r is r0 equation, the above equation becomes ix plus iy is equal to ix0 plus jy0 plus ivx plus jvy into t.
we have written velocity components and also position vector components. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ഇക്വേഷൻ, അതിനെ നമ്മൾ കമ്പോണൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. വി എ വി എക്സും വി വൈ ടൈമിൽ പറയും, വി സീറോയും പറയും, അതുപോലെ അല്ല നമ്മളിവിടെ വി എ പറയും, വി സീറോയും പറയും. ഈ കാണുന്ന ആർ ഇസ് ആർ സീറോ പ്ലസ് വി ഇൻറ്റു ടി. ഇവിടെ വിയുടെ കമ്പോണൻറ്റ് പറയും, ആർ സീറോയുടെ കമ്പോണൻറ്റ് പറയും, ആറിൻ്റെ കമ്പോണൻറ്റ് പറയും. ഇപ്പോൾ കമ്പോണൻറ്റിൽ എഴുതുമ്പോൾ കിട്ടുമ്പോൾ ഇക്വേഷനാണ് ഈ കാണുന്നത്. ഈ ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ is satisfied if the coefficients of I and j on the two sides are separately equal. So equating coefficients of I and j both sides we get. അപ്പോൾ ഇത് അപ്പുറം ഇപ്പുറം തുല്യമാകുമ്പോൾ നമുക്ക് കോയഫിഷ്യൻറ്റുകൾ ഐയുടെയും ജെയുടെയും കോയഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടും എക്സ് ഈസ് ഈക്വൽ ടു x0 plus bx into t and y is equal to y0 plus vy into t. These are the equations for components. Displacement. X component, x displacement is x0 plus bx into t. Y component is y0 plus vy into t. You remember v velocity. Velocity v is equal to ivx plus jvy. These are the equations for motion of a body with a uniform velocity. Motion of a body with uniform velocity in a plane. Two dimension. In two dimension, there are two equations, one for x component and other for y component. അപ്പോൾ 2D പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സിൻ്റെയും വൈയുടെയും കമ്പോണൻറ്റുകളാണ്. എക്സ് നമ്മൾ x0 പ്ലസ് വി എക്സ് ടി എന്ന് പറയും, y0 പ്ലസ് വി വൈ ടി എന്ന് പറയും. എന്താണ് വി എക്സും വി വൈ? അത് ഈ യൂണിഫോം വെലോസിറ്റിയുടെ കമ്പോണൻറ്റുകളാണ്. യൂണിഫോം വെലോസിറ്റിയെ വി എ നമുക്ക് എക്സ് ഐ ഓർ ഐ വെലോസിറ്റിയെ ഐ വി എക്സ് പ്ലസ് ജെ വി വൈ എന്ന് പറയാം. അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഒരു കേസ് 2 ഉണ്ട്. കേസ് 2 നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചതുപോലെ ഇവിടെ കേസ് ഓഫ് ബോഡി വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഈ ബോഡി യൂണിഫോം ആക്സിലറേഷൻ പോവുകയാണെങ്കിൽ, നമ്മൾ തൊട്ടുമുകളിൽ കണ്ടത് യൂണിഫോം വെലോസിറ്റിയാണ്. പിന്നെ യൂണിഫോം ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ ഇക്വേഷൻ? നമ്മൾ ആ രണ്ട് ഇക്വേഷൻ എഴുതുന്നുണ്ട്. വൺ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വി ഇസ് യു പ്ലസ് എ ടി, പിന്നെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ രണ്ട് ഇക്വേഷനും എങ്ങനെ 2 ഡയമെൻഷനിൽ നമുക്ക് എഴുതാൻ പറ്റും, അതാണ് ഇനി പറയുന്നത്. ഓർക്കുക, വി ഇസ് യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. അത് 1 ഡയമെൻഷണൽ ഇക്വേഷനാണ്, വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പൊസിഷൻ്റെയും. അതെങ്ങനെ ഈ 2 ഡയമെൻഷനിൽ എഴുതാം എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് ഹെഡിങ്. കേസ് 2, കേസ് ഓഫ് ബോഡി വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. You know acceleration, that is delta v by delta t. We have studied it in 1 dimension. V minus u by t. Cross multiply. V vector minus u vector is equal to a vector into t. Take u to the right side. That is v vector is u vector plus a vector into t. And this is the equation for first equation for a body moving with the uniform acceleration in 2 dimension. Then what is the difference of this equation with 1 dimension? In 1 dimension also we write the same equation, but the vector sign will not be given. ഒരു വസ്തു യൂണിഫോം ആക്സലറേഷൻ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ എയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ 2 ഡയമെൻഷണൽ ഇക്വേഷനാണ് വി വെക്ടർ ഈസ് ഈക്വൽ യു വെക്ടർ പ്ലസ് എ വെക്ടർ ഇൻടു ടി. 1 ഡയമെൻഷൻ എന്ന ഇക്വേഷൻ, 1 ഡയമെൻഷൻ അത് തന്നെയാണ് ഇക്വേഷൻ. പിന്നെ എന്താണ് വ്യത്യാസം? 1 ഡയമെൻഷനിൽ പറയുമ്പോൾ ആ വെക്ടർ സൈൻ മുകളിൽ കൊടുക്കേണ്ട കാര്യമില്ല, ആരോ കൊടുക്കേണ്ട കാര്യമില്ല. 1 ഡയമെൻഷൻ നമുക്ക് വി ഇസ് യു പ്ലസ് എ ടി എന്ന് എഴുതിയാൽ മതി. 2 ഡയമെൻഷൻ ആകുമ്പോൾ ഈ വെലോസിറ്റിക്കും ആക്സിലറേഷനും ഒക്കെ 2 കമ്പോണൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ വെക്ടർ ഫോമിൽ എഴുതണം. ഇതിനെ പിരിച്ചു പറയാൻ നമുക്ക് ഇനി പറയുന്ന പോലെ പിരിച്ചു പറയാം. ഇവിടെ നോക്കി, വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റ്, ഇനിഷ്യൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റ്, ഫൈനൽ വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റ്, ആക്സിലറേഷൻ 2 കമ്പോണൻറ്റ്. അതാണ് എഴുതുന്നത്. If ux and uy are components of initial velocity vector u, vx and vy are the components of velocity vector v. Ax and ay the components of acceleration vector a along x and y axis respectively. Then we have u is uxi plus uij, v is equal to vxi plus vyj, and a is equal to axi plus ayj. And when we write the components, we get v x is equal to ux plus ax into t,
and Vy is equal to Uy plus Ay into t. Each of these equations is just like uniformly accelerated motion in one dimension. വൺ ഡയമെൻഷനിൽ കിട്ടുന്ന അതേ മോഡലിൽ കമ്പോണൻറ്റ് ഇക്വേഷനായിട്ട് രണ്ടെണ്ണം നമുക്ക് ടു ഡയമെൻഷനിൽ പറയാം, അല്ലെങ്കിൽ ഒരു വെക്ടർ ഇക്വേഷൻ എഴുതിയാൽ മതി. ആ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടതാണ്, ഈ കാണുന്ന ഇക്വേഷൻ വി വെക്ടർ ഈസ് യു വെക്ടർ പ്ലസ് എ വെക്ടറിൻ്റെ ടി. അത് ടു ഡയമെൻഷണൽ ഇക്വേഷനാണ്. ത്രീ ഡയമെൻഷൻ തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ 3 കമ്പോണൻറ്റ് വരണം. അപ്പോൾ ടു ഡയമെൻഷണൽ ഇക്വേഷനാണ്. വൺ ഡയമെൻഷൻ ആകുമ്പോൾ അതിന് വെക്ടർ സൈൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്ന രീതി നോക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി അണ്ടർ കോൺസ്റ്റന്റ് ആക്സിലേഷൻ. കോൺസ്റ്റന്റ് ആക്സിലേഷൻ മീൻസ് യൂണിഫോം ആക്സിലേഷൻ. ഇൻ വൺ ഡയമെൻഷൻ ഡിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ബട്ട് എസ് ഇസ് ആർ മൈനസ് ആർ സീറോ. നമ്മൾ വെക്ടറായിട്ട് പറയുമ്പോൾ എസ് ഇസ് ആർ മൈനസ് ആർ സീറോ വെക്ടറായിട്ട് കൊടുക്കുക. ആർ മൈനസ് ആർ സീറോ ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടേക്ക് മൈനസ് ആർ സീറോ ടു റൈറ്റ് സൈഡ്, ദാറ്റ് ഈസ് ആർ ഈസ് ആർ സീറോ പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ ആർ സീറോ യു അതുപോലെ എ അവയെല്ലാം വെക്ടേഴ്സാണ്. നിങ്ങൾ വെക്ടർ സൈനായിട്ട് മുകളിൽ ഒരു വര കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ആരോ കൊടുക്കാവുന്നതാണ്. ഈ ഇക്വേഷനകത്ത് ആറിന് മുകളിൽ ഒരു വര ഇടാം, അല്ലെങ്കിൽ ആരോ ഇടാം. ആർ സീറോയ്ക്ക് മുകളിൽ ഇടാം. യു വെക്ടറാണ്, എ എന്നുള്ള വെക്ടറാണ്, ടി മാത്രം വെക്ടർ അല്ല. ഇൻ ടു ഡയമെൻഷൻ ദിസ് ഇക്വേഷൻ ബിക്കംസ്, ടു ഡയമെൻഷനിൽ ഈ ഇക്വേഷൻ നമ്മൾ എക്സ് ആൻഡ് വൈ കമ്പോണൻസ് ആയിട്ട് മാറ്റുകയാണ്. ഇത് വെക്ടറാക്കി എഴുതുമ്പോൾ ടു ഡയമെൻഷൻ ഇക്വേഷൻ കേട്ടോ. ആ മുകളിൽ ആറിൻ്റെ ആർ സീറോയുടെ മുകളിൽ ബാർ ഇട്ടാൽ, ആരോ ഇട്ടാൽ അത് ടു ഡയമെൻഷനിലുള്ള രണ്ടാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ കമ്പൗണ്ട് ഇക്വേഷൻ ഞാൻ പറയും എക്സ് ഈസ് എക്സ് സീറോ പ്ലസ് യു എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. കാരണം എക്സിന് എക്സ് സീറോയും വൈ സീറോയും ആർ സീറോയുടെ രണ്ട് കമ്പോണൻ്റാണ്. അതുപോലെ വൈയുടെ ഇക്വേഷൻ പറയുമ്പോൾ വൈ ഇസ് വൈ സീറോ പ്ലസ് എ വൈ ഇൻറ്റു ടി പ്ലസ് യു വൈ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ വൈ ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് കമ്പൗണ്ട് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷന് തുല്യമായിട്ട് ടു ഡയമെൻഷനുള്ള കമ്പോണൻ്റ് ഇക്വേഷൻസാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, ആർ ഈസ് ആർ സീറോ പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആറും ആർ സീറോയും യുവും എയും വെക്ടർ സൈൻ വരച്ച് കാണിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. ഒബ്റ്റൈൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ബി കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ ഈ ടു ഡയമെൻഷൻ. ടു ഡയമെൻഷനിൽ ചലിക്കുന്ന ഒരു പ്ലെയിനിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ യൂണിഫോം വെലോസിറ്റിയുടെ ഇക്വേഷനും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനും അതുപോലെ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ്റെ ഇക്വേഷനും കണ്ടുപിടിക്കുക, എഴുതുക. അത് ഈ മുകളിൽ കാണുന്ന നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഉത്തരം. ഇനി രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുകയാണ്. ആൻസർ ഞാനോട് ടിക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക എളുപ്പമാണ്. Select the right choice. A particle moves in a plane with a constant acceleration in a uniform in a direction different from initial velocity. The path of the particle is. A particle moves in a plane with a constant acceleration in a direction different from initial velocity. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ ഡയറക്ഷനിലേക്ക് വസ്തു പോവുകയാണ്, അപ്പോൾ ചരിഞ്ഞ് പോവുകയാണ്, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ദ പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ആർക്ക് ഓഫ് എ സർക്കിൾ, എ പരാബോള, ആൻ എലിപ്സ്. ഉത്തരം പരാബോള എന്നാണ്. ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ചലിച്ച് നമ്മൾ വസ്തുവിനെ മേപ്പോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ മാറും. അപ്പോൾ അത്തരം മോഷൻ പരാബോളിക്കാണ്. അത് പ്രൊജക്റ്റൈൽ മോഷനകത്ത് വരുന്നതാണ്, നമുക്ക് പ്രൊജക്റ്റൈൽ പഠിക്കാതെ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഹാസ് two spears, two stones എന്ന് വിചാരിച്ചാൽ മതി. Two spears and B, he is standing at the top of a tower. He gently drops the spear A vertical downwards and throws the spear B horizontally. അപ്പോൾ ഒരു ടവറിൻ്റെ ഒരു ഗോപുരം അല്ല ഒരു കെട്ടിടം എന്ന് വിചാരിച്ചത്, ഒരു കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരാൾ രണ്ട് കല്ലടകളുണ്ട്, രണ്ട് സ്പിയറുണ്ട്, രണ്ട് ഗോളമുണ്ട്. ഒന്നാൾ താഴത്തേക്ക് ഇടും, താഴത്തേക്ക് ഇടും, മറ്റത് വെർട്ടിക്കലായിട്ട്. രണ്ടാമത്തെ ത്രോസ് എ സ്പിയർ ഹോറിസോണ്ടൽ, രണ്ടാമത്തെ ഹോറിസോണ്ടൽ ഇടും. അപ്പോൾ ഒരു സ്പിയർ താഴത്തേക്ക് ഇടും, ഡ്രോപ്പ് ചെയ്തും, മറ്റേ സ്പിയർ ബി എന്നുള്ളത് ഹോറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് എറിയും.
ഒരു ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യം പറയുകയാണ്. ഇഫ് സ്പിയർ ബി ഹോറിസോണ്ടലി അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്താണ് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നതും രണ്ടാമത്തെ ബോൾ ഹോറിസോണ്ടലായിട്ട് എറിയുന്നതും ഈ ടവറിൻ്റെ പുറത്തുനിന്ന് ഒരേ സമയത്താണ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? Both spheres reach the ground at the same time. Sphere A reaches the ground earlier. Sphere B reaches the ground earlier. Cannot say definitely because the masses of the spheres are not given. അപ്പോൾ ആണ് ഉത്തരം. കാരണം ഈ താഴത്തേക്ക് ഇടുന്ന കല്ലിൻ്റെ വെലോസിറ്റി u എന്നുള്ളത് 0 ഹോറിസോണ്ടലായി എറിയുന്ന കല്ലിൻ്റെ ഇനീഷ്യൽ വെർട്ടിക്കൽ ഡൗൺവേർഡ് വെലോസിറ്റി അത് 0. ഇപ്പോൾ ഹോറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻ്റ് വെലോസിറ്റി ഇൻപുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഹോറിസോണ്ടൽ എറിഞ്ഞാലും താഴോട്ട് ഡ്രോപ്പ് ചെയ്താലും രണ്ടിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റി u 0 താഴത്തേക്ക്. അതുകൊണ്ട് രണ്ടും ഒരേ സമയത്ത് താഴെ എത്തും എന്നുള്ള ഉത്തരം. ആൻസർ എ ആണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. കല്ല് താഴത്തേക്ക് ഇടുന്നതും സൈഡിലേക്ക് എറിഞ്ഞാലും ആ രണ്ട് കല്ല് ഒരേ സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ താഴെ നിന്ന് ഒരുമിച്ചാണ്. കാരണം രണ്ടിൻ്റെയും ഡൗൺവേർഡ് വെലോസിറ്റി സെയിം ആണ്. ഹോറിസോണ്ടലായിട്ട് പോകുന്ന ഒരു കല്ലിൻ്റെ ഒരു സ്പിയറിൻ്റെ ഡൗൺവേർഡ് വെർട്ടിക്കൽ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് 0. അപ്പോൾ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനിഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് ഒരേ ഹൈറ്റിൽ നിന്നാണ് അത് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് രണ്ടും ഒരേ സമയം ഗ്രൗണ്ടിലെത്തും. അതാണ് ആൻസർ. With this, class number 22 is over. We continue our class with the projectile motion. Thank you very much.